ടെസ്ല ഇലക്ട്രിക് കാർ. ഞങ്ങളിപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണ് ഉള്ളത്. രയിച്ചായൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ വീട്ടിലാണ്. അപ്പം ഇതാണ് ഇലോൺ മസ്കിൻ്റെ ടെസ്ല കാറ്. ഇന്ന് ഞങ്ങളുടെ കറക്കം ഈ ടെസ്ലയിൽ ഹോസ്റ്റലിൽ കുറച്ച് വില്ലാസിൻ്റെ ഇടയിൽ കൂടെ ഒരു യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കാണാം. ഫുള്ളായിട്ട് വണ്ടി, പക്ഷെ അതിന് ലെയിൻ ഷിഫ്റ്റിംഗ് ഇല്ല, പക്ഷേ കീപ്പ് ചെയ്യും. സോ ഗസ് വാട്ട്, ഡാലസിൽ പോകുന്ന വലിയതായിട്ടൊന്നും ടേൺ ഇല്ലല്ലോ. കംപ്ലീറ്റ്ലി സ്റ്റോപ്പ്, യു കം ടു സ്റ്റോപ്പ് and you will start again. അതേ ഉണ്ടായിരുന്നില്ല അതിനകത്ത്. അതായിരുന്നു പക്കി കൊച്ചായിട്ട് ഇരിക്കും, കുറെ ആശയിരിപ്പുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് നോക്കുക എത്ര വരെ നിർത്തുന്നു. ഞാൻ എന്റെ കാലിങ്ങനെ റെഡിയാ ബ്രേക്ക് ഔട്ടാൻ. സ്റ്റോപ്പ്. പക്ഷെ that works, right? ഇതിപ്പോ വണ്ടി തന്നെയല്ലേ നിന്നത്? തന്നെ നിന്നതാ. അവിടെ ചെന്നിട്ട് ക്രീപ്പ് ചെയ്യും, സിഗ്നലൊക്കെ ഇട്ട്. സോ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഉണ്ട്. ക്വാളിറ്റി, റൈഡ് ക്വാളിറ്റിയും എയർ സസ്പെൻഷൻ ആയതിന്. ഇപ്പം സസ്പെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, നമുക്ക് പൊക്കാം, താക്കാം, തന്നെ അഡ്വാൻസ്, നമുക്ക് ഡിഫറെന്റ് സെറ്റിംഗ്സ് ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ഈ ഇതിന്റെ ഓട്ടോമോട്ടീവ് ഡ്രൈവിംഗ് എല്ലാം സെയിം. ലൈറ്റ് വന്നപ്പം തന്നെ പോവല്ലേ? ആ സ്ക്രീനെ കാണിക്കുന്നത് അത് സാറ്റലൈറ്റിൽ നിന്നാണോ ഇതോ? No, it's all this cameras. All the cameras read ചെയ്യുന്നത്. It's live data. ഇങ്ങനെ നോക്കുക, അത് വെച്ചാണ് ഇത് പഠിക്കുന്നത്, റൈറ്റ്? ഇപ്പൊ എന്താണ് നടക്കാൻ പോകുന്നത്. എനിക്കിപ്പം ഞാൻ പല വണ്ടി ഓടിക്കുമ്പോഴും എനിക്ക് ഒരു എന്റെ റോഗില് 2019 മോഡലാണെങ്കിലും അത് വണ്ടിക്ക് സർവീസിന് കൊടുത്തിട്ടുണ്ട്. അതിന് ഫുൾ ഉണ്ടായിരുന്നത് സെൽഫ് ഡ്രൈവിംഗ് കേപ്പബിലിറ്റി എല്ലാം സെയിം ആണ്. Yeah, but it changes with different models. ഇപ്പൊ എന്റെ മോഡൽ ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ അത് സ്ട്രിക്ട്ലി ക്യാമറാസ് യൂസ് ചെയ്താണ്. get away from the LiDAR, right? LiDAR ഇതിനകത്തുണ്ട്, but it's changing. So ചിലപ്പോൾ അത് ഡീആക്ടിവേറ്റഡ് ആയിരിക്കും ആക്ച്വൽ യൂണിറ്റ്. അത് നോക്കാം, അത് തന്നെ ഡിസൈഡ് ചെയ്യാം. നല്ലതായിട്ട് കൊളുത്തി. ഇതിന് ടേക്ക് ഓഫ് മോഡ് ഉണ്ട്, വേണം കാണിച്ചു തരാം. നമുക്ക് റോളർ കോസ്റ്റർ ഏരിയക്ക് തരാം. എവിടെയാണുണ്ട് ഇതിന്റെ ലോഞ്ച് മോഡ്? ഇവർക്ക് നമ്മള് കണ്ണും നേരെ ഉണ്ടാകണമെന്നേ ഉള്ളൂ. അവരിത് ഓണസ്റ്റ്ലി ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, റൈറ്റ്? സോ ഈ ക്യാമറ സെൻസ് ചെയ്യുവാണ്. നമ്മളിപ്പോ ഞാനിപ്പോ ഫോണിൽ കുനിഞ്ഞ് നിൽക്കുവാണെങ്കിൽ ടെൽ മീ ടു എൻഗേജ്, സ്റ്റിയറിംഗ് പിടിക്കണം. സോ ഇറ്റ് നീഡ്സ് ടു നോ ദാറ്റ് യു ഡ്രൈവിംഗ്, റൈറ്റ്? നമ്മൾ എൻഗേജ് ചെയ്യണം എന്നുള്ള കാണണം. സ്റ്റിയറിംഗ് പിടിക്കുന്നില്ലല്ലോ. ഇല്ല, അത് പറയാം, അതിനറിയാം. ഇപ്പൊ ഞാനിപ്പോ ഒരു ഫോൺ എടുത്തപ്പോ അപ്ലൈ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അതല്ല, സോ if you are looking forward, then do you need to hold the it would sense after some time. ഒരു കുറച്ച് നേരം ഡ്രൈവിന് പോകുമ്പോൾ it will sense. ഒത്തിരി നേരം ഒന്നും അൺഎൻഗേജ്ഡ് ആയിട്ട് ഒക്കത്തില്ല, റൈറ്റ്? ബിക്കോസ് it needs to know that you are. അല്ലെങ്കിൽ ഇപ്പം അങ്ങനെയാണ് ഒത്തിരി ആക്സിഡന്റ്സ് നടക്കുന്നത്. ആൾക്കാർ കണ്ടിട്ടുകൊണ്ടിരിക്കുന്നത് അവര് they're not paying attention to it, right? So always stop ഒക്കെ വരണ്ടേ അപ്പുറത്തെ വണ്ടി? so he'll decide. So right of way വെച്ച് ഇങ്ങനെ decide ചെയ്ത് so മറ്റേതിനകത്ത് ഇന്നാള് കയറിയില്ല. അതിനകത്ത് ഇതുകൊണ്ട് അതിനകത്തുകൊണ്ട്
ഇത് കുറച്ചുകൂടെ ഏരിയ കൂടുതലുള്ള, അതായത് 30 to 50 സെൻസ് ഓഫ് ലാൻഡ് ആണ് ഓരോ വില്ലകളും. എല്ലാം കസ്റ്റം ഹോംസ്. കസ്റ്റം ഹോംസ്. നമുക്ക് ഇഷ്ടമുള്ള മെയിൻറ്റെയിൻ ചെയ്യണം. ഗോലിയാത്ത് ഗരാജ് സീരീസ് അല്ല മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചാൽ ഇതാണല്ലോ പ്രോപ്പർട്ടി മറ്റേതുപോലെ തന്നെയാ. ഒളിപ്പിങ് അതിനകത്ത് ഡിസൈൻ സ്വന്തമായിട്ട് മോൻ പറഞ്ഞല്ലേ ബാക്കിലേക്ക്. ഇതിന്റെ അറ്റാച്ച് ചെയ്ത് പണിതാ. ഇത് ആരുടെയായിരുന്നു? അങ്കിളിന്റെയോ? അല്ല, ഇതൊരു അപ്പച്ചന്റെ വിളമ്പൻ അപ്പച്ചനും അമ്മച്ചിയുടെയായിരുന്നു ഈ വീട്. ആ, അതാണ് അടിപൊളിയാണല്ലോ, ഭയങ്കര രസമായിരിക്കുന്നു. നാട്ടിൽ കുറച്ച് മലയാളീസ് ഉണ്ട്. അപ്പൊ റോബിൻ എലക്കാട്ട് എവിടെയാണ് താമസിക്കുന്നത്? മേയറിന്റെ വീട് എവിടെ കണ്ട പുള്ളിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ. അപ്പൊ റോബിന്റെ വൈഫിന്റെ ബ്രദറാണ് ഈ ടിൻഡു എന്ന് പറഞ്ഞ പയ്യൻസ്. അവൻ ഞങ്ങളുടെ അടുത്താണ് താമസിച്ചിരുന്നത്, ഞങ്ങളുടെ നെയ്ബറിലാണ്. അപ്പൊ അവന് ചെറിയ വീട്, 3 ആമ്പിള്ളേരും ഉണ്ട്. അപ്പൊ അങ്ങനെ ഇവർക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവര് ചാടി ഇവർക്ക് മാറി ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ട് റോച്ചസ്റ്ററിലെ വീട്ടിൽ ഇതുപോലൊക്കെ തന്നെ ഏക്കർ ഹോംസ്. ഏക്കർ ഹോംസ് എന്ന് പറയുന്നത് 1 ഏക്കറല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഡാഡിയൊക്കെ മേടിച്ചിരിക്കുന്ന പറഞ്ഞ ഇതുപോലെ തന്നെ ആണ്. സത്യം പറഞ്ഞു ഇവിടെ കമ്മ്യൂണിറ്റി ഇതിൽ HOA ഇല്ല. അപ്പൊ HOA ഇല്ല ഇവിടെ, മറ്റേ പബ്ലിക് വാട്ടർ അല്ല, വെൽ വാട്ടർ. അപ്പൊ പബ്ലിക് വാട്ടർ ആണ്. അപ്പത്തേക്ക് 1% ടാക്സ് പോലെ കഴിച്ചത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വീടിന്റെ ടാക്സ് എന്റെ വീടിന്റെ അത്ര, എന്റെ വീടിന്റെ ഓൾമോസ്റ്റ് സെയിം ടാക്സ്. ഇച്ചിരി കൂടുതലേ കാണത്തുള്ളൂ, പക്ഷെ വാല്യൂ അതേക്കാൾ കൂടുതലുണ്ട്. മനസ്സിലാക്കുന്നു. ടാർഗറ്റിനെ പറ്റി എന്ന് പറഞ്ഞത്.
ഒക്കെ ആണെങ്കിൽ സിറ്റിയിലോട്ടോ അല്ലെങ്കിൽ മോർ ആക്റ്റീവ് ആയിട്ടുള്ള ഏരിയയിലോട്ട് മാറണം. ഇതെന്ന് പറയുന്നത് നമ്മൾ അല്ലെങ്കിൽ കൃഷിയും കാര്യങ്ങളും ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതെല്ലാം ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് നടക്കാം. അല്ല, ഇതിന്റെ ഒന്നും ഗ്ലാസ് റിട്രാക്റ്റബിൾ അല്ല, ഓപ്പൺ ചെയ്യത്തില്ല. ഇല്ലല്ല, ഇതിപ്പോ ലെഫ്റ്റിലേക്ക് തന്നെ തിരികുമോ? ഇല്ല, നേരെ പോവാം. നമ്മൾ നേരെ തിരിയാം. പക്ഷെ ഇപ്പം നമുക്ക് നേരെ പോകണ്ടേ, നമ്മുടെ നാവിഗേഷൻ അങ്ങോട്ടാണ്. എന്നാലും വളവ് തിരിയുന്നുണ്ട്, തന്നെ തിരിഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? സ്ട്രീറ്റിൽ അവരുടെ വീട്ടിലോട്ട് പോകുമ്പോഴും ലൈക്ക് ഇങ്ങനത്തെ ഒരു ഓൾഡർ ഇതാ നിങ്ങൾ അടുത്ത ദിവസം പോകുമ്പോഴേ അവരുടെ ഓൾഡർ കമ്മ്യൂണിറ്റിയാ. അപ്പം ഇതാണ് അവരുടെ വീട്, ആ കോർണർ ഇരിക്കുന്നത്. ഇതായിരുന്നു ഡെഡ് എൻഡ്, ഇവിടുന്ന് തീർന്നായിരുന്നു. ഇതായിരുന്നു വീട്, ഇതായിരുന്നു വീട്, റൈറ്റ്? ഇതായിരുന്നു ഒറിജിനൽ. ഈ ലെഫ്റ്റിലുള്ള വീടുകളൊക്കെ ഉണ്ടല്ലോ, ഹാലോവീൻ സമയത്ത് ക്രിസ്മസ് സമയത്തൊക്കെ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് നമുക്ക് ആൾക്കാരുടെ ഒന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല കൂടെ പോകുന്നത്. ഓരോ വീടുകൾ കയറി ട്രീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മുടെ പുള്ളിയുടെ വീട് ഇങ്ങോട്ട് ലെഫ്റ്റ് ഇവിടെയായിരുന്നു ആശയുടെ അങ്കിള് പറഞ്ഞ അങ്കിള് താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരെ ഉള്ളായിരുന്നു മാറി താമസിച്ചത് അന്ന്. എല്ലാവരും പറഞ്ഞു സിയാന വരുന്ന പറഞ്ഞത് 20 മിനിറ്റ് എടുക്കും. ഇപ്പൊ എല്ലാരും സിയാനയിലോട്ടാണ് എല്ലാവരും വരുന്നത് അല്ലേ? അപ്പൊ ഈ റോഡ് ഉണ്ടായിച്ച അങ്ങോട്ട് റെയിൽവേ പാളാണ് അടി കൂടെ. അങ്ങോട്ട് വരുമ്പോ അവിടെയാണ് അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ, അതായിരുന്നു അവിടുത്തെ കമ്മ്യൂണിറ്റി. അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ. ഞാൻ അങ്ങോട്ട് പോയില്ല. ഇപ്പൊ നിങ്ങൾ ഈ വീട്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ചേച്ചിയുടെ വീട്. കണ്ടിത് ഇങ്ങോട്ട് ഡ്രൈവ് ഇങ്ങോട്ട് നടത്താം. ചേച്ചി ചേച്ചി ഹലോ, കാറ് കിടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം തുറന്നിരുന്നിട്ട് ഒരു ടോയ് കാറ് പോലെ തോന്നുന്നു അല്ലേ? ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എൻ്റെ ഡിക്കി സ്പേസ്, ദാറ്റ് മീൻസ് വളരെ സ്റ്റോറേജ് സ്പേസ് അവിടെയുണ്ട്. സൈഡിലേക്ക് തുറക്കുന്നതിന് വരെ അത് മുകളിലേക്ക് തുറക്കുന്നു. അതേപോലെ തന്നെ സൈഡിൽ വേറെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്താൽ പോലും അതിന് ഡിസ്റ്റർബൻസ് ഇല്ലാതെ അത് ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഇതിൻ്റെ നമ്പർ KL4. നാട്ടിലെ മാന്നാറുകാരനായതുകൊണ്ട് KL4 റിക്വസ്റ്റ് ചെയ്ത് മേടിച്ചിരിക്കുന്നതാണ്. അമേരിക്കയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമുക്കിഷ്ടമുള്ള നമ്പർ പേരിലൊക്കെയും എടുക്കാൻ പറ്റും. ഇതിൻ്റെ നമ്പർ പ്രത്യേകിച്ച് KL4. മറ്റൊരു അമേരിക്കൻ കാഴ്ചകളുമായി വീണ്ടും നമുക്ക് കാണാം. തുടർന്നും കാണുക. താങ്ക് യു.